ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ പുതിയ എപ്പിസോഡില് കോഫി ഹൗസിൽ വന്ന കസ്റ്റമറിനെ ലക്ഷ്മി കൊടുക്കുന്ന ചായ ഇഷ്ടാവുന്നില്ല, അതിന്റെ ചേരുവ ശരിയായില്ലെന്ന് പറയും. ഭൂമി എവിടെ നോക്കുമ്പോൾ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഭൂമി അവിടെ എത്തട്ടാ. എന്ത് പറ്റി മാത്യു സാറേ? ലക്ഷ്മി പറയും, ഞാൻ കൊടുത്ത ചായയുടെ ചേരുവ ശരിയില്ലെന്നേ. അതിനെന്താ, ഞാൻ തരാലോ എന്ന് പറഞ്ഞേ ഭൂമി ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കും. ഇതെങ്ങനെയുണ്ട്? അങ്ങനെ സൂപ്പർ എന്ന് പറയുമ്പോ ലക്ഷ്മിയുടെ മുഖത്തൊരു വിഷമം. എന്ത് പറ്റി ചേച്ചി? ഞാൻ ചായ അടിച്ചിട്ട് ശരിയാവുന്നില്ല മോളെ. ഭൂമി അറിയും, ചേച്ചി തന്നെയല്ലേ മുമ്പും ചെയ്തിരുന്നത്. നാളെ മുതൽ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കിയാലേ ആരും കഴിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഭൂമി അറിയും, നമ്മളല്ലേ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ലക്ഷ്മി ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും ചേച്ചി. ചേച്ചി സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കും. ഞങ്ങള് നാട്ടിൽ പോകുന്നില്ല, അച്ഛൻ പറഞ്ഞു. ലക്ഷ്മി ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാവും. പിന്നെ വീട്ടിലൊരു വിരുന്നുണ്ട്, അതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് പറയാം, ഓക്കെ എന്ന് പറഞ്ഞാൽ അവരെയും ക്ഷണിക്കാട്ടോ. ശേഷം ഇതേ സമയം അച്യുതനും അംബികയും കൂടെ നാളെ ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുക്കണേ. മോളുടെ ഫ്രണ്ട്സ്, പോലീസുകാര്, പിന്നെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും അവിടുത്തെ വീട്ടുകാരും പറയും, അവരൊക്കെ വരുമോ? വലിയ ആൾക്കാരല്ലേ, വന്നാൽ തന്നെ ഈ വീട് കണ്ട് അവര് മടങ്ങിപ്പോവില്ലേ? ഭൂമി അവർക്ക് വലിയ കാര്യല്ലേ, അവര് വരണം. അംബിക പറയും, അച്യുത ഭൂമി അവിടെ പോയി വന്നപ്പോ ആ വീട് നേരത്തെ കണ്ടതുപോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അച്യുതൻ പറയും, അത് അവൾക്ക് വെറുതെ തോന്നിയതാവും. ആ വീടുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധം? അച്യുതൻ പറയും, അതൊക്കെ നാളെ നീ അറിയും. ഞാൻ പറഞ്ഞതേ, നാളത്തെ വീടിന് നമ്മുടെ ഒരു കലാപരിപാടി വേണം. അംബികയ്ക്കും എന്ത് പരിപാടി? ശീലാവതി നാടകത്തിന്റെ ക്ലൈമാക്സ് ഞാൻ കണ്ട് കൈയടിച്ച് തന്നെ കെട്ടാനുള്ള കാരണമായ ആ രംഗം. ഭൂമി എപ്പോഴും പറയുന്നതല്ലേ, ആ ഭാഗം അംബിക അഭിനയിച്ച് കാണണം. എനിക്ക് വയ്യ ചേട്ടാ, അത് പിന്നീട് എപ്പോഴെങ്കിലും ആവാം. അച്ഛനും ചോദിക്കും, പിന്നീടോ? അതെപ്പോഴാ? നാളെ കഴിഞ്ഞ്. ഭൂമി നമ്മുടെ ആരുമല്ല. അംബിക വല്ലാണ്ടാകും. എന്തോ ആലോചിച്ചിട്ട് പറയും, ചെയ്യാം. അതിന്റെ അവസാന അഭിനയ കൂടാരാ? അച്യുതൻ പറയും, ഞാനല്ലേ നിന്റെ കൂടെ അഭിനയിക്കുന്നത്, പറഞ്ഞു തന്നാ മതി എങ്ങനെയാണെന്ന്. അംബിക പറയും, അതിന്റെ അവസാന ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല ചേട്ടാ. അച്യുതൻ പറയും, നീ ഒന്ന് ഓർത്ത് എഴുതി വെക്കേ. പിന്നെ മോളൊന്നും കഴിക്കാതെയാ പോയത്? അച്യുതൻ പറയും, പോയത് കോഫി ഹൗസിലേക്കല്ലേ, എന്തേലും കഴിച്ചോളൂ. അവളോ പൊടിഞ്ഞു വീണത് പോലും കഴിക്കില്ല, അത്രയ്ക്ക് പിഷ്കിയ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അച്യുതൻ പറയും, വേണ്ട, പോലീസുകാരെ ക്ഷണിക്കുന്ന തിരക്കിലായിരിക്കും മോള്. അതേസമയം ഭൂമി പറഞ്ഞതുപോലെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എല്ലാരും വിളിക്കാട്ടോ. ഭൂമി പോകുന്നില്ലെന്ന് പറഞ്ഞതില് അവിടെയുള്ള ചേട്ടന്മാർക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാരെയും കുടുംബസമേതം ആ വീട്ടിലേക്ക് ക്ഷണിക്കാട്ടോ നാളത്തെ പരിപാടിക്ക്. ഞാൻ സി ഐ സാറെ ഒന്ന് വിളിക്കട്ടെ? അല്ല, ആടോ പുലിയോ? അപ്പൊ അവിടുത്തെ പോലീസ് പറയും, പേപ്പട്ടി. ഇത് കേൾക്കുന്ന ഭൂമി ചിരിച്ചുകൊണ്ട് അജയുടെ റൂമിലേക്ക് ചെല്ലണേ. താൻ പോയില്ലേ? ഭൂമിക്കും എന്താ സന്തോഷം കളഞ്ഞോ? അല്ല, ഞാൻ പോയി കിട്ടിന്നുള്ള സന്തോഷം കളഞ്ഞോന്ന്. നല്ല ടെൻഷനോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് സന്തോഷം വേണ്ടേ? സോറി സാർ, സാറിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയാണ്ട് പോയി. നാളെ എന്റെ വീട്ടിലൊരു വിരുന്ന് സൽക്കാരമുണ്ട്, അച്ഛന് വേണ്ടി. ഫാദേഴ്സ് ഡേ. അജയ്ക്കും ഫാദേഴ്സ് ഡേയോ? അതിപ്പോഴൊന്നുമല്ലല്ലോ. ഭൂമി അറിയും, അതെ, സായിപ്പ് ഉണ്ടാക്കിയ അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്താ? അജയ് പറയും, സായിപ്പും ഈ ഭൂമിയിലാ ജീവിച്ചിരുന്നത്. അപ്പൊ ഭൂമി അറിയണേ, ഈ ഭൂമി കറങ്ങുന്നത് സ്വയം അച്ചുതണ്ടിലാ, അച്ഛന്റെ അച്ചുതണ്ടില്. ഇത് കേൾക്കുമ്പോ അജയ് ഇങ്ങനെ ചിരിക്കും. എപ്പോഴാന്ന് നോക്കിയപ്പോ ഭൂമി അറിയും, അത് ഞാൻ മെസ്സേജ് ചെയ്യാം. പിന്നെ ഞാൻ എന്താ നാട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നതെന്ന് അറിയോ? അജയ് ഇങ്ങനെ നോക്കുമ്പോ ഭൂമി അറിയും, സാറിന്റെ നിശ്ചയവും എല്ലാം കാണാൻ വേണ്ടിയാ. പായസത്തിനകത്ത് കാഞ്ഞിരക്കുരു അരച്ച് ചേർക്കില്ലടി പാചകക്കാരി. അയ്യോ, കാഞ്ഞിരക്കുരു അല്ല സാർ, നെല്ലിക്ക. ആദ്യം കഴിക്കും, പിന്നെ അത് മധുരിക്കും. അപ്പൊ ശരി സാർ എന്ന് പറഞ്ഞ ഭൂമിയായിരുന്നു പോകും. ഷോ, ഉള്ള മൂടോടെ കളഞ്ഞു എന്ന് പറഞ്ഞ അജയ് അവിടെ ഇരിക്കുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അംബിക നാടകത്തിന്റെ അവസാനം എഴുതാ. കരഞ്ഞോണ്ടാട്ടോ എഴുതുന്നത്. കണ്ണുനീരൊക്കെ അതിൽ ഇറ്റ് വീഴുന്നുണ്ട്. അപ്പോഴേക്ക് അച്യുതൻ വരും. എന്നിട്ട് ഇവര് ആ കഥാസന്ദർഭം ഒന്ന് സംസാരിച്ചതിന് ശേഷം അത് ഒന്ന് ആക്ട് ചെയ്യാൻ ശ്രമിക്കാട്ടോ. കള്ളു കുടിച്ചു വരുന്ന ഭർത്താവിനെ കരൾ ലോകം വന്നിട്ട് ഭാര്യയുടെ കരള് കൊടുത്തിട്ട് ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് പറഞ്ഞ് ആണ് ആ കരള് മാറ്റി വെക്കുന്നത്. ചാരിറ്റബിളും ട്രസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ടാ. അങ്ങനെ ഒരു ദിവസം വീണ്ടും മദ്യപിച്ച് വരുന്ന ആ രംഗാട്ടോ അവർ ഷൂട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് അച്യുതൻ ഡി അംബികേ എന്നിങ്ങനെ മദ്യപിച്ച രീതിയിൽ ആക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അങ്ങോട്ട് എപ്പോഴും ഒളിഞ്ഞു നോക്കുന്ന അവര് വരുന്നത്. മാതൃക കുടുംബം കണ്ടല്ലോ, തല്ലുകൂടണ്ടേ ഏത് ദിവസമാണെങ്കിലും? നീ എന്നെ തല്ലുന്ന പോലെയോ? അവിടെ അടിയാണെന്ന് തോന്നുന്നു, വാന്ന് പറഞ്ഞ് അവരെത്തി നോക്കിക്കേ, അയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ട് നിൽക്കണേ. ഇയാളെങ്ങനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക അവര്. അങ്ങനെ അച്യുതൻ വിളിക്കുമ്പോ അംബിക ഡോറ് തുറന്നു കൊടുക്കും. മദ്യപിച്ചല്ലേ? മദ്യപിച്ചു, ഇനിയും മദ്യപിക്കും. സുഹൃത്തുക്കളുടെ പാർട്ടിയായിരുന്നു. അംബിക പറയും, മണത്തിട്ട് വയ്യ, എന്നാ ഇനിയും രോഗിയായിക്കോ. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ നാട് നീടെ നടന്ന് തെണ്ട, എന്റെ കരളും തരാം, എല്ലാം വിറ്റ് തുലയ്ക്കാം നമുക്ക്. അപ്പൊ ആ കണ്ടു നിൽക്കുന്നവര് പറയും, ഇയാള് കരൾ രോഗിയാണോ? ഓ, എന്നാ നിങ്ങൾ എന്നും മദ്യം വാങ്ങിച്ചു കൊടുക്ക്, അവര് തല്ലിവിടുന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിരിക്കുക അവര് രണ്ടും. അങ്ങനെ അവര് തകർത്ത് അഭിനയിക്കാട്ടോ. അപ്പൊ അച്യുതൻ അവരെ കാണും. എന്താ രണ്ടും കൂടെ ഇവിടെ? കൊണ്ടുപോ നിന്റെ ഭാര്യയെ എരുമ എന്നൊക്കെ വിളിച്ചിട്ട് ചീത്ത പറയട്ടോ. അങ്ങനെ അവര് പോകും. അംബിക കാര്യം ചോദിക്കുമ്പോ അവര് വന്ന് നോക്കുക നമ്മളെ. ഞാൻ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്, പിന്നെ 2-3 റിഹേഴ്സലും കൂടെ കഴിയുമ്പോൾ ഒക്കെ റെഡിയാവും.
അംബിക പറയും അച്ചേട്ടൻ ഓക്കെയാ, ഞാനാ റെഡിയാവാത്ത. അയൽവാസികളായ അവർക്ക് ഇവരിങ്ങനെ തല്ലുകൂടിയതൊക്കെ ഇഷ്ടായിട്ടുണ്ട്, നല്ല അലമ്പ് ഫാമിലി, എനിക്ക് സന്തോഷായി എന്ന് പറഞ്ഞിട്ടാ അവര് പോണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. അവിടെ മുത്തശ്ശി ഭവാനിയോട് ചോദിക്കും ആ കേസിന്റെ കാര്യം എന്തായി? 22 വർഷമായിട്ട് അടഞ്ഞു കിടക്കല്ലേ അമ്മേ, കേസാണെങ്കിൽ സുപ്രീം കോടതിയിലും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, നഷ്ടപരിഹാരം കൊടുക്കാൻ ഹൈക്കോടതി വിധിച്ചതായിരുന്നു, വിധി വരട്ടെ അപ്പൊ ബാക്കി ചെയ്യാം. അപ്പൊ അങ്ങോട്ട് സംഗീതയും മാധവനും കൂടെ വരിക. അവരുടെ ഏതോ ഭൂമി വിറ്റ് സ്വർണം വാങ്ങിക്കുന്ന കാര്യം പറയണേ. മുത്തശ്ശിയുടെ നല്ല ചീത്തയേക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഭൂമി അങ്ങോട്ട് എത്തുന്നത്. ഭവാനി വിചാരിക്കും ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഇവളുടെ ഈ വരവ് അപകടകരമാണ്. ഭൂമി അവിടെ തന്നെ നിൽക്കുമ്പോ മുത്തശ്ശി പറയും എന്താ മോളെ അവിടെ തന്നെ നിന്നത്, ഇങ്ങോട്ട് വാ, ഇത് നിന്റെ കൂടെ വീടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടേ. ഇത് കേൾക്കുന്ന ഭവാനിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവും, ദേഷ്യം വരിക. അങ്ങനെ ഭൂമി മുത്തശ്ശിയുടെ കാലം തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കണേ. ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. ഭൂമി അറിയും ഒരുപാട് തിരക്കിലായിപ്പോയി. സംഗീത പറയും അമ്മ ഭൂമിയുടെ കോഫി ഹൗസിന്റെ ബോർഡ് കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ സന്തോഷം എന്റെ ലാഭം. മുത്തശ്ശിക്കും അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താലേ ജീവിക്കാൻ പറ്റുമോ? ഭൂമി അറിയും അവരുടെ സന്തോഷം കണ്ട വയറു നിറയും. മുത്തശ്ശി അറിയും കണ്ടോടാ, കണ്ടു പഠിക്കും അഥവാ. ഭവാനി ഭൂമി അറിയില്ലേ? ആ അറിയാമ്മേ, പിന്നെന്ത് സംസാരിക്കാത്ത, സുഖല്ലേ ഭൂമി? ഭൂമി അറിയും ആ. അങ്ങനെ ഭൂമി കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ വന്നത്, നാളെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, അച്ഛന് വേണ്ടി, ഫാദേഴ്സ് ഡേ, എല്ലാവരും വരണം. അച്ഛന്റെ ആഗ്രഹമാണേ ഈ കുടുംബത്തിൽ എല്ലാരും വരണം എന്നുള്ളത്. ഭവാനി ഞെട്ടും, അതെന്ത് ഫംഗ്ഷൻ, അതിലെന്തോ ഉണ്ടല്ലോ. വരാം മോളെ, തീർച്ചയായിട്ടും വരാം, എല്ലാരും വരണം, അവരൊക്കെ ആന്ന് പറയും. ഭവാനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഭവാനിയെ നോക്കുമ്പോ ഭവാനി പറയും ആ നോക്കട്ടെ. അപ്പൊ മുത്തശ്ശി പറയും സത്യനെ കൂടെ വിളിക്കണം ഭൂമി, അവര് നിന്നോടൊരു പ്രത്യേക സ്നേഹം. ആ അറിയാം. മുത്തശ്ശി പറയും നീ അവന്റെ മോളാണെന്നൊക്കെയാ പറയുന്നത്. ആ ഭവാനി ഞെട്ടും. അങ്ങനെ വിളിച്ചു പോവാൻ തുടങ്ങുമ്പോ അത് വേണ്ട, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞേ ഭൂമി നിർബന്ധിച്ച് നിർത്തട്ടോ. ഭൂമി നിൽക്കുന്നുണ്ട്. എല്ലാരും പോയി കഴിഞ്ഞാൽ ഭവാനി വിചാരിക്കും എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു വിരുന്ന്, സൗഭാഗ്യപുരത്തുള്ള എല്ലാവരെയും ക്ഷണിക്കണം എന്നാ അച്യുതൻ പറഞ്ഞത്. അവിടെ വെച്ച് ഭൂമിയാണ് അഭിരാമി എന്ന് പറയാൻ പറ്റുമോ? സത്യദാസിനെ ഏൽപ്പിക്കാനാണോ? നോ, അത് നടക്കരുത്. ഭവാനി അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്, എന്നാ കിട്ടുന്നില്ല കേട്ടോ. ആ ദേഷ്യത്തിലും കൂടി അവിടെ നിൽക്കുകയാണ്. ഭൂമി ഇല്ലാതെ ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടെ വയ്യ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അംബികയെ അച്യുതനെ. നാളെ അച്ഛേട്ടനെ അവളെ കൈമാറാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാണ്. അച്യുതൻ പറയും അതൊക്കെ നാളെ അത് സംഭവിച്ചോളും. ഭൂമി അവള് നമ്മളെ വിട്ടു പോവോ, നമ്മളാണ് അവളുടെ അച്ഛനും അമ്മയും എന്ന് അവള് പറയായിരിക്കും. എന്തിനാ അംബികയെ നീ ഒരുപാട് ആശ വയ്ക്കുന്നത്, മോളിനി നമ്മളോടൊപ്പം ഉണ്ടാവില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേ. അവളെ ഈ അടുക്കളയിൽ കിടന്ന് കരി പിടിച്ച ജീവിതം തീർക്കണോ? എന്താ അതിന്റെ അർത്ഥം, നമുക്ക് മോളോട് സ്നേഹമില്ലെന്നാവില്ലേ? അംബികയ്ക്കും അച്ചേട്ടാ അവള് വലിയ പണക്കാരുടെ വീട്ടിലേക്ക് പോവാന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അച്ചേട്ടന്റെ സർജറിക്ക് അവൾ സഹായിക്കില്ലേ? അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന അംബികയെ. അച്ചേട്ടാ ഭൂമി എങ്ങനെ കിട്ടിയത്? അച്യുതൻ പറയും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. തെരുവിൽ ഏതോ സ്ത്രീ ഉപേക്ഷിച്ചു പോയി കരഞ്ഞു നിലവിളിക്കുന്ന കുഞ്ഞിനെ അച്ചേട്ടൻ എടുത്തോണ്ട് വന്നു. ആ സ്ത്രീ ആരാന്നറിയില്ലേ? ഇല്ലാന്നറിയും. അതെ, നമുക്ക് നാളത്തെ പ്രോഗ്രാമിന്റെ സ്ഥലം നോക്കാം, മോള് വന്നിട്ട് പോരെ, അവൾ എല്ലാരെയും ക്ഷണിക്കാൻ പോയിരിക്കാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിയെ സത്യദാസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അങ്ങനെ വെള്ളടിക്കാനുള്ള പരിപാടി കേട്ടോ. ഭൂമി വരുന്നത് കാണുമ്പോ പെട്ടെന്ന് കുപ്പിയൊക്കെ മാറ്റി വെക്കണേ. ഇത് ഭൂമി കാണുന്നുണ്ട്. എന്തിനാ ഒളിപ്പിക്കുന്നത്, കഴിക്കേ എന്നിട്ട് എനിക്ക് ഒഴിക്കേ. ഞാൻ കഴിച്ചിട്ടില്ല, ഇനോഗ്രേഷൻ സാറ് തന്നെ ആയിക്കോട്ടെ. കള്ളും കഞ്ചാവും ഒക്കെ വിൽക്കുന്നവരെ പിടിച്ച് ജയിലിലാക്കിയ റിട്ടയർഡ് SP സത്യദാസ് സാറാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചെന്ന് പറയുമ്പോ സമൂഹത്തിലൊരു വെയിറ്റ് ഉണ്ടാവല്ലോ. ഒഴുക്കി സാറേ. അമ്മ ഇതൊക്കെയാ പറയുന്നത്, എന്റെ ദുഃഖം എനിക്കറിയാം. ഭൂമി പറയും അതെനിക്കും അറിയാം, ഭാര്യയും മകളെയും കാണാനില്ല. അങ്ങനെ നല്ല ചീത്ത പറയാണ് ഭൂമി. നാളെ ഭാര്യയും മോളും തിരികെ വരുമ്പോ അവർക്ക് മദ്യപിച്ച് കരൾ രോഗിയായ ഒരു ഭർത്താവിനെയും അച്ഛനെയാണോ തിരികെ നൽകാൻ പോകുന്നത്? അപ്പോ അങ്ങേര് പറയും ഭൂമി പറഞ്ഞത് ശരിയാ, നീ എൻ്റെ ആരാ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സാറിന്റെ മകളായിരിക്കാം എന്നിങ്ങനെ പറയുന്നിടത്താ ഈ ഭാഗം കഴിയുന്നത്. നാളത്തെ പ്രമോല് കാണിക്കുന്നത് ഭൂമിയുടെ അച്ഛൻ സത്യദാസ് ആണെന്നുള്ള സത്യം തുറന്നു പറയുന്നതാട്ടോ. ഭൂമിയും സത്യദാസും ഞെട്ടിപ്പോകുന്നുണ്ട്. സത്യദാസ് ഭൂമിയുടെ അച്ഛനെ അച്യുതനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്